ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് 28 എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. വീഡിയോ എപ്പോഴാണ് അപ്ലോഡ് ചെയ്യുന്നത്, ടൈം കിട്ടിയില്ലായിരുന്നു അപ്ലോഡ് ചെയ്യാനായിട്ട്. അപ്പം ഞാനും വിനോദേട്ടനും മാത്രമായിട്ട് ചെറിയൊരു രീതിയിലൊന്നും ആഘോഷിച്ചു. വലിയ കാര്യമായിട്ടൊന്നുമല്ല, ചെറിയൊരു രീതിയിൽ. അപ്പം അതിൻ്റെ വീഡിയോ ക്ലിപ്സ് ആണ് കേട്ടോ. Happy birthday to you. Happy birthday to you. Happy birthday dear G. Happy birthday to you. Thank you. അയ്യോ, ഒരൊറ്റ കാര്യം ഉണ്ടായിരുന്നു. അല്ല, പിന്നെ നീ ഇത് ഊതണായിരുന്നു മെഴുതിരി. മണ്ടന്മാരട്ടോ. നീ എന്തെങ്കിലും കണ്ണി കൂടെ കൊണ്ടുവന്നു തരുന്ന അവനത് കൊടുക്കുക കഴിക്കട്ടെ. നീ കറക്റ്റിന്റെ രണ്ടുപേർക്ക് ഒരുമിച്ചാറുണ്ട്, അപ്പൊ പിന്നെ കുഴപ്പമില്ല. ഈ കേക്ക് വെള്ളം തീർക്കോ? തിന്നു Thank you. ഞാൻ തരാം. കുട്ടികൾക്ക് വാരി കൊടുക്കണം. നമ്മളെ മാമുണ്ടെന്ന് പറഞ്ഞില്ല. നല്ല കേക്കാട്ടോ. വൈകുന്നേരം ആയപ്പോൾ വിനോദേട്ടൻ പറഞ്ഞു ബർത്ത്ഡേക്ക് അല്ലേ ഡിന്നർ പുറത്തുനിന്ന് കഴിക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ പുറത്തേക്ക് പോകാം കേട്ടോ. ഞങ്ങളിത് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നിരിക്കുന്ന സ്ഥലം കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ കാണിച്ചു കേട്ടോ. ഇത് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ഫുഡ് അൺലിമിറ്റഡ് ആണ്, ബഫേ ആണ്. ഇവിടെ ഇന്ത്യൻ, ആഫ്രിക്കൻ, ചൈനീസ്, പിന്നെ ഇംഗ്ലീഷ് ഫുഡ്, അങ്ങനെ പല രാജ്യങ്ങളിലെ ഫുഡ് നമുക്ക് ഇവിടെ കിട്ടും കേട്ടോ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഫസ്റ്റ് ഇന്ത്യനിൽ പോയിട്ട് എന്തെങ്കിലും സ്റ്റാർട്ടേഴ്സ് എടുക്കാം. അത് കഴിഞ്ഞ് നമുക്ക് എന്താ പോകേണ്ടത്, ആഫ്രിക്കയിൽ പോവാം. ആഫ്രിക്കയിൽ പോയിട്ട് ഞാൻ അവിടെ നിന്ന് ബാർബിക്യൂ ഗ്രില്ലെടുക്കും. ആദ്യം സ്റ്റാർട്ടേഴ്സ് എടുത്തുകൊണ്ട് വന്നിട്ട് അത് കഴിക്കുക, എന്നിട്ട് ബാക്കി നമുക്ക് തീരുമാനിക്കാം കേട്ടാ. അത് കഴിഞ്ഞിട്ട് ഞാൻ ജപ്പാനിൽ പോകും. ജപ്പാനിൽ പോയിട്ട് ഞാൻ നൂഡിൽസും സുഷി എടുക്കും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഞാൻ നേരെ നിർത്തടി നിന്റെ വേൾഡ് ട്രിപ്പ് നിർത്തിക്കോ. നേരെ ഞാൻ യൂറോപ്പിൽ പോകും. അതാണ് നിനക്ക് നല്ലത്. യൂറോപ്പിൽ പോയിട്ട് അവിടെ നിന്ന് പിസ്സ എടുക്കും. പിസ്സ തേങ്ങ വേണ്ട. സോ നമുക്കിതിനകത്ത് ഡെസേർട്സ് തൊട്ട് ഇന്ത്യൻ വരെയുള്ള മെനൂസ് ഉണ്ട്, ബാറിൽ ഡ്രിങ്ക്സും ഉണ്ട്. സോ നമുക്കിതിനകത്ത് ബൊഫറ്റാണ്. സോ എന്ത് വേണേലും നമുക്ക് എടുക്കാം. നമുക്ക് കസ്റ്റമൈസ് ആയിട്ട് മെനു അവർ ചെയ്തു തരുന്നതാണ്, നമുക്ക് എന്ത് വേണേലും. ഓക്കെ, സോ നമുക്ക് ഫുഡ് എടുക്കാൻ പോകാം. നാച്ചോസ് എവിടെയാണ്? ഇതാടി നാച്ചോസ്, ഇതാണ് നാച്ചോസ്. മനസ്സിലായോ? അത് തന്നെയല്ല ഞാൻ മലയാളത്തിൽ പറഞ്ഞത് നിന്നോട്.
പുഴുങ്ങായിട്ടേക്കണം. കൊള്ളാല് നാട്ടിൽ തട്ടുകട പോയ അവസ്ഥ. ലൈവായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ചിക്കൻ തിക്ക ദോശയും ബ്രോൺ ദോശയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത് 2 എണ്ണം. ഷെഫ് ലൈവായിട്ട് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും സംഭവം കൊള്ളാട്ടോ അല്ലേ. സാമ്പാറല്ലേ ചട്നി വേറെ എന്തെങ്കിലും വേണോ? കൊക്കനട്ട് വിനോദേട്ടൻ. കുഞ്ഞോളെ നല്ല ബോളിംഗ് ആണല്ലോ. നീ കഴിച്ചോടി, നീ വീട്ടിലില്ല. എന്താണ് ചക്കക്കൂട്ടം കണ്ട പിഴിച്ചായുടെ അവസ്ഥയാണോ? എവിടെ തുടങ്ങണം, എന്ത് തുടങ്ങണം? ഒരു പിടുത്തില്ലാത്ത എന്താ എടുത്തേ? ചിക്കൻ ഉണ്ട്, ഫിഷ് ഉണ്ട്, ചെമ്മീനുണ്ട്, പിന്നെ എന്തിനെടുത്ത്? ഫോട്ടോ എടുക്കാൻ വേണ്ടി എടുത്താണോ? എന്താണിത്? ആൾക്കാർ കാണുമ്പോൾ വിചാരിക്കും അത് തന്നെയാണ് എൻ്റെ പ്ലേറ്റല്ലേ. ഇത് ഞങ്ങളുടെ ഒരു കൂട്ടുകാരുടെയാണ്. അവളാണെങ്കിൽ ഭയങ്കര ഫുഡിയാണ്. റൈസ് കൊള്ളാട്ടോ, നല്ല ടേസ്റ്റ്. ആഫ്രിക്കയിലാണോ? ആഫ്രിക്കൻ റൈസാണ്. ഇന്ത്യയിൽ ഞാൻ നേരെ ആഫ്രിക്കയിലിട്ടു. ആഫ്രിക്കൻ ഫുഡാണ്. എന്താ വിനോദമായിട്ട് എടുത്തുണ്ടോ നിൽക്കുന്നത്? മദ്രാസി ചിക്കൻ കറി, ആലപ്പി പ്രോൺസ് കറി. ആലപ്പിയോ? കേരള അല്ല, കാശ്മീരിലല്ല, പൊടി ഇടുന്നു. അത് കൊള്ളാലോ. കടുകൊക്കെ ഇട്ട് വെച്ചേക്കുമ്പോ ഇത് ഞാൻ കണ്ടില്ലല്ലോ. അതാ ഇന്ത്യൻ കൗണ്ടറിന്റെ ഏറ്റവും സൈഡിൽ ഇരിക്കുന്നു. ഏറ്റവും അങ്ങേ സൈഡിൽ. എവിടെ? ഇന്ത്യൻ കൗണ്ടറിന്റെ ഏറ്റവും അങ്ങേ സൈഡിൽ ഇരിക്കുന്നു. ഓക്കെ, പാനിപ്പൂരി അടിക്കണം. ഞാൻ കഴിച്ചതാ. സ്പൈസിയാണോ വെച്ചത്? മിക്സാണ്.
എങ്ങനെയുണ്ട്? ഇത് മദ്രാസി ചിക്കൻ കറി, ഇത് ആലപ്പി പ്രോൺസ് കറി, രണ്ട് സെറ്റപ്പ്. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ ആലപ്പി പ്രോൺസ് കറിയാണ്. അതിൻ്റെ ഗ്രേവി നല്ല കൺസിസ്റ്റൻസി, നല്ല സെറ്റപ്പ്.